ഹലോ, ഞാൻ പ്രതാപൻ. മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ സഹായത്തിൽ പലപ്പോഴും നമ്മൾ തയ്യാറാക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളുടെ സമ്മറി റിപ്പോർട്ടുകൾ തയ്യാറാക്കാറുണ്ട്. അതിന് പല കമാൻഡുകൾ മൈക്രോസോഫ്റ്റ് എക്സലിൽ അവൈലബിൾ ആണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിരുന്നു പിവറ്റ് ടേബിൾ എന്ന് പറയുന്ന ഒരു കമാൻഡ്. വളരെ എളുപ്പമാർഗ്ഗത്തിൽ നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ പല ഷീറ്റുകളിലുള്ളതാണെങ്കിലോ ഒരു ഷീറ്റിലെ തന്നെ പല ഏരിയകളിൽ നമ്മൾ തയ്യാറാക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണോ അതിൻ്റെ ഒരു സമ്മറി റിപ്പോർട്ടായിട്ട് തന്നെ നമ്മൾക്കത് ജനറേറ്റ് ചെയ്ത് തരുമായിരുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു കമാൻഡ് MS എക്സലിൽ ഇതേപോലെ പല ഏരിയകളിലുള്ള അല്ലെങ്കിൽ പല മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പല ഷീറ്റുകളിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ നമുക്ക് ഒന്നിപ്പിച്ച് ഒരു ഷീറ്റിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾക്കറിയാം, അക്കൗണ്ട്സൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഡെയിലി ട്രാൻസാക്ഷൻസിൻ്റെ റിപ്പോർട്ടുകൾ അയാൾ തയ്യാറാക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾക്കതൊരു മാസമാകുമ്പോൾ ഈ പറയുന്ന ദിവസങ്ങളിലെ എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളെയും പല ഷീറ്റുകളിലായിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു സമ്മറി റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാർഗ്ഗത്തിൽ എക്സലിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കമാൻഡാണ് കൺസോളിഡേറ്റ് എന്ന് പറയുന്നത്. കൺസോളിഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് നോർമലി നമ്മൾക്ക് കിട്ടുന്നത് ഡേറ്റ എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ മെനുവിൻ്റെ ലിസ്റ്റിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. കൺസോളിഡേറ്റ് കമാൻഡ് നമുക്ക് എങ്ങനെ മൈക്രോസോഫ്റ്റ് എക്സലിൽ പ്രാവർത്തികമാകുന്നതെന്ന് നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലേക്കും എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻ്റായിട്ടും രേഖപ്പെടുത്താം. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷൻ ലഭ്യമാകണമെങ്കിൽ ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓണാക്കിയിടുക. നമുക്ക് എക്സലിൽ എങ്ങനെയാണ് കൺസോളിഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂമിലെ പല കുട്ടികളുടെ പല ടേമുകളിൽ കിട്ടിയിരിക്കുന്ന മാർക്കുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ടേം 1 മാർക്കും ടേം 2 ടേം 3 നമ്മൾക്കിവിടെ മാർക്ക് ലഭ്യമാണ്. അപ്പം ഈ 3 ടേമിലെയും മാർക്കുകളെ നമ്മൾക്ക് ഒന്നിപ്പിച്ച് അതിൻ്റെ സമ്മറിയാണ് നമ്മൾക്ക് വേണ്ടുന്നത്. ആ സന്ദർഭത്തിൽ കൺസോളിഡേറ്റ് എന്ന് പറയുന്ന കമാൻഡിൻ്റെ സഹായത്തിലൂടെ ഈ 3 ഏരിയകളിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ മറ്റൊരു ഏരിയയിലേക്ക് നമ്മൾക്ക് എങ്ങനെ സമ്മറി റിപ്പോർട്ടായിട്ട് തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വേണ്ടുന്ന ഭാഗത്ത് ഒരു റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹെഡിങ്ങും മറ്റുള്ള കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗത്തുള്ള വിവരങ്ങൾ മാത്രമേ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭ്യമാകത്തുള്ളൂ. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് നോക്കാം. എവിടെയാണോ നമുക്ക് റിസൾട്ട് വേണ്ടുന്നത് അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൺസോളിഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് ഡേറ്റ മെനുവിലാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എക്സലിൽ ഡേറ്റ മെനു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ MS എക്സലിൻ്റെ വെർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ടൂൾ ബാർ ആയിട്ടായിരിക്കും നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത്. അതല്ല മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പ്രീവിയസ് വെർഷനുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കമാൻഡുകളുടെ ലിസ്റ്റ് മെനുവായിട്ടായിരിക്കും നമുക്ക് താഴോട്ട് വരുന്നത്. ഇവിടെ നമ്മൾക്ക് ടൂൾ ബാർ ആയിട്ടാണ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ നോക്കുക കൺസോളിഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ്. അപ്പം ഇവിടെ കൺസോളിഡേറ്റ് എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയലോഗ് ബോക്സ്, ഇങ്ങനെ ലഭ്യമാകുന്ന സ്ക്രീനിനെയാണ് ഡയലോഗ് ബോക്സ് എന്ന് പറയുന്നത്. ഈ കിട്ടുന്ന ഡയലോഗ് ബോക്സിനെ എങ്ങോട്ടേക്ക് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാം. മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഡയലോഗ് ബോക്സിൻ്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത്, അതായത് ഏത് കമാൻഡാണോ ആ കമാൻഡിൻ്റെ പേര് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. എന്നിട്ട്
ഇവിടെ നമ്മൾക്ക് എന്ത് സമ്മറി റിപ്പോർട്ടാണ്, ഏത് തരത്തിലുള്ള കാൽക്കുലേഷനാണ്, സമ്മാണെങ്കിൽ സമ്മ് പറയാം, കൗണ്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ, ആവറേജ്, നമ്മൾ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യേണ്ട ഫോർമുല അവിടെ യൂസ് ചെയ്യേണ്ടത്. ഏത് തരത്തിലുള്ള കാൽക്കുലേഷനാണ് അവിടെ നമുക്ക് പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളതാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സമ്മാണ് വേണ്ടുന്നതിനാൽ സമ്മിനെ സെലക്ട് ചെയ്യുക. ഇനി അടുത്തത് ഏതൊക്കെ ഏരിയകളിലുള്ള ഇൻഫർമേഷൻസിനെയാണോ നമ്മൾക്ക് അവിടേക്ക് നമ്മൾക്ക് കിട്ടേണ്ട, ഏകീകരിച്ച് കിട്ടേണ്ട ഇൻഫർമേഷൻസ് എന്നുള്ളത് ഏരിയ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനാണ് റെഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ആ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ആ പ്രത്യേക പോർഷനെയാണ് അതിനെ റേഞ്ച് എന്നോ അല്ലെങ്കിൽ അതിൻ്റെ റെഫറൻസ് എന്നോ നമുക്ക് പറയാൻ കഴിയും. റെഫറൻസ് എന്ന് പറയുന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര പോർഷൻസാണ്, എവിടെ മുതൽ എവിടെ വരെയുള്ള പോർഷൻസ് ആണെന്നുള്ളത് 1 by 1 ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. പല ഏരിയകളിലുള്ളതാണെങ്കിൽ ഓരോ ഏരിയകളെയും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾക്ക് ആഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ അവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്ത ഏരിയയിലെ പോർഷൻ്റെ റെഫറൻസ് അവിടെ ക്രിയേറ്റ് ആയി. ഏത് സെല്ല് മുതൽ ഏത് സെല്ല് വരെ എന്നുള്ളത് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്തത് പോർഷൻ എവിടെ മുതൽ എവിടെ വരെയാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും നേരത്തെ ഉള്ള സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് MS Excelൻ്റെ പ്രീവിയസ് വെർഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ അവിടെ ആഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും അടുത്ത ഏരിയയും കൂടെ അവിടെ ലിസ്റ്റിൽ ആഡ് ചെയ്തു. അടുത്ത മൂന്നാമത്തെ ടേം നമ്മൾ ഉള്ള ഏരിയ സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ആ ലേബൽ വേണ്ട. ലേബൽ നമ്മൾ ആൾറെഡി അവിടെ ഔട്ട്പുട്ട് വരേണ്ട ഏരിയയിൽ നമ്മൾ അവിടെ തയ്യാറാക്കിയിരിക്കുന്നതിനാൽ നമ്മൾക്കത് വേണമെന്നില്ല. വീണ്ടും നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. അടുത്ത ഈ സ്ക്രീൻ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഡയലോഗ് ബോക്സിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഓരോ പോർഷൻസും എന്താണെന്നുകൂടെ നമുക്കറിയണം. ഒന്ന്, നമുക്ക് ഏത് തരത്തിലുള്ള കാൽക്കുലേഷനാണോ ചെയ്യേണ്ടത് ആ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഫോർമുലകളുടെ ലിസ്റ്റ് അവിടെ വരും. രണ്ടാമത്തെ റെഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എവിടെ മുതൽ എവിടെ വരെയുള്ള ഏരിയകളെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്ത് ആഡ് ബട്ടൺ കൊടുത്താൽ മാത്രമേ അത് ആ ലിസ്റ്റിൽ ആഡ് ചെയ്യത്തുള്ളൂ. ഈ 3 ഭാഗത്തുള്ള ഇൻഫർമേഷൻസിനെ ഏകീകരിച്ചായിരിക്കും നമുക്കൊരു റിസൾട്ടായിട്ട് അത് ഫോം ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന പോർഷൻസ് നമുക്കൊരു പക്ഷേ മിസ്റ്റേക്ക് പറ്റുകയോ അല്ലെങ്കിൽ അതിന് റിമൂവ് ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ടെങ്കിൽ മൈനസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റേണൽ മൈക്രോസോഫ്റ്റ് എക്സൽ മീൻ ചെയ്യുന്നത് അനദർ എക്സൽ ഫയലിൽ നിന്നുള്ള ഡേറ്റകളെ, ഔട്ട്സൈഡ് ഫയലുകളെ നമുക്ക് കണക്ട് ചെയ്ത് അതിൽ നിന്ന് ഡേറ്റകൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് സമ്മറി റിപ്പോർട്ട് എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ടത് മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ മറ്റൊരു ബുക്കിലുള്ള ഇൻഫർമേഷൻസിനെയൂടെ നമുക്ക് പുതിയൊരു എക്സൽ ഷീറ്റിൽ നമുക്ക് അല്ലെങ്കിൽ എക്സൽ ബുക്കിൽ നമുക്ക് സമ്മറി റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനുവേണ്ടിയാണ് സെലക്ട് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയൽ എവിടെയാണോ സേവ് ചെയ്തിരിക്കുന്നത് ആ സേവ് ചെയ്യാനുള്ള ചെയ്തു വെച്ചിരിക്കുന്ന ഫയലിൻ്റെ ഫോൾഡർ കാണിച്ചു കൊടുത്ത് എക്സൽ ഫയലിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതിന് തൊട്ട് താഴെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ക്രിയേറ്റ് ലിങ്ക്സ് ടു സോഴ്സ് ഡേറ്റ. ഇത് നമുക്ക് ഇപ്പോൾ ഞാൻ തയ്യാറാക്കപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന ഇൻഫർമേഷൻസിൽ ഒരു പർട്ടിക്കുലർ എക്സൽ ഷീറ്റിൽ നിന്നുള്ള വിവിധ ഏരിയയിലെ ഡേറ്റകളെയാണ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾക്ക് ഈ പറയുന്ന കമാൻഡ് ഉപയോഗിക്കാൻ കഴിയില്ല. എന്നാൽ നമുക്ക് പല MS Excelൻ്റെ ഒരു ബുക്കിലെ പല ഷീറ്റുകളിൽ നിന്നുള്ള ഡേറ്റകളെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവ ഉപയോഗിച്ചിട്ട് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ സോഴ്സായിട്ടുള്ള ഷീറ്റുകളിലുള്ള മാറ്റങ്ങൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടിനകത്തും റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഓണാക്കിയിടുന്നത്. തൊട്ട് താഴെയുള്ളത് യൂസ് ലേബൽസ് ഇൻ മീൻ ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന ടോപ്പിലുള്ള ഹെഡിങ്ങും അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ഡേറ്റയും അടക്കം ചെയ്തു വരണമെന്നുണ്ടെങ്കിൽ അത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ടോപ്പ് റോയിൽ ആൾറെഡി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹെഡിങ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ടോപ്പ് റോ വേണ്ട. അതിന് പകരം നമ്മൾ ലെഫ്റ്റ് കോളം മാത്രം മതി. ലെഫ്റ്റ് കോളത്തിലെ നെയിം എന്ന് പറയുന്ന കോളത്തിനകത്തുള്ള വാല്യൂവും അതിന് അനുസൃതമായി വന്നിരിക്കുന്ന വാല്യൂകളുടെ ഒരു ഏകീകൃത രൂപമായിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതും സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ
കൊടുത്താൽ മാത്രം മതിയാവും. ഇത് നമുക്കിവിടെ റിസൾട്ട് വന്നു കഴിഞ്ഞു. ഇതാണ് നമുക്ക് റിസൾട്ട്. ആ 3 ടേമിലും ഉണ്ടായിരുന്ന ആൾക്കാരുടെ 3 പേരുടെയും 3 ഷീറ്റുകളിലെ 3 ഏരിയകളിലെയും ഇൻഫർമേഷൻസ് അവിടെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ സബ് ടോട്ടൽ വന്നിട്ടുണ്ട്. ഇതാണ് കൺസോളിഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.